നമ്മളിൽ ഭൂരിഭാഗം വരുന്ന മലയാളികളുടെയും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയുണ്ട്. ആ സിനിമയാണ് ഇന്ത്യൻ സിനിമയിലെ ടോപ്പ് 100 മൂവീസിൽ ഒന്ന്. അതുപോലെ തന്നെ ഏറ്റവും മികച്ച 10 മലയാള സിനിമയിൽ ഒന്ന് ആ സിനിമ തന്നെയാണ്. ഈ ഒരു സിനിമ ഇന്ത്യൻ സിനിമയിലെ തന്നെ എക്കാലത്തെ മികച്ച ക്ലാസിക്കുകളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. ഇത് അന്യഭാഷകളിലൊക്കെ റീമേക്ക് ചെയ്തു. ഇത് ഹിന്ദി ഭാഷയിൽ അതിൻ്റെ 3ാം വേർഷൻ വരെ റിലീസ് ചെയ്തു. അപ്പോൾ ഈ ഒരു സിനിമ ഏതാണെന്ന് നിങ്ങൾ ഇതിനോടകം തന്നെ ഊഹിച്ചിട്ടുണ്ടാകും. എന്നാൽ ഞാൻ ഈ ഒരു സിനിമയെ പറ്റി ഇപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ഒരു സിനിമ റിലീസായത് ഒരു ക്രിസ്മസ് വെക്കേഷനിലാണ് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു കാര്യം. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മണിച്ചിത്രത്താഴ് എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ റിലീസായത് ഒരു ക്രിസ്മസിനാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു സിനിമ റിലീസായി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ ഒരു സിനിമയ്ക്ക് ദേശീയ അവാർഡ് ലഭിച്ചു എന്നുള്ള മറ്റൊരു സന്തോഷ വാർത്തയും വന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ശോഭനയ്ക്ക് ഏറ്റവും മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഈ ചിത്രം തന്നെയാണ് ആ വർഷത്തെ ഏറ്റവും മികച്ച ജനപ്രിയ ചിത്രമായിട്ടും ദേശീയ അവാർഡിന് അർഹമായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ചില ഗവേഷണത്തിലൂടെ ഞാൻ അറിഞ്ഞു. ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ക്രിസ്മസിനോടനുബന്ധിച്ച് റിലീസാവുന്ന പല സിനിമകളും നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാണെങ്കിൽ വമ്പൻ വിജയമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ സാധിക്കും. മോഹൻലാൽ ചിത്രങ്ങളൊക്കെ പരാജയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് മോഹൻലാലിനെ ഒരുപാട് ട്രോൾ ചെയ്തിട്ടുള്ളവർക്ക് ഗംഭീരമായൊരു തിരിച്ചടി നൽകിക്കൊണ്ടായിരുന്നു നേര് എന്ന സിനിമയുടെ അതിഗംഭീരമായിട്ടുള്ള വിജയം നമുക്ക് സമ്മാനിച്ചത്. ഇപ്പോൾ 2023 അവസാനിക്കുമ്പോൾ അതിഗംഭീരമായിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് സിനിമ നേരിലൂടെ പിറക്കുകയാണുണ്ടായത്. അപ്പോൾ ഈ വർഷം മോഹൻലാലിൻ്റെ ഏതെങ്കിലും സിനിമ ക്രിസ്മസിനോടനുബന്ധിച്ച് റിലീസാവുന്നുണ്ടോ? ഏതൊക്കെ നടന്മാരുടെ ഏതൊക്കെ സിനിമകളാണ് ഈ വർഷത്തെ ക്രിസ്മസിനോടനുബന്ധിച്ച് റിലീസാവുന്നത്? ഏതെങ്കിലും മമ്മൂട്ടി ചിത്രം ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് റിലീസാവുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മൾ സിനിമാ പ്രേമികളുടെ മനസ്സിലുള്ളത്. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോയും അതിനെക്കുറിച്ചാണ്. അതായത് ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് റിലീസാവുന്ന സിനിമകളെ പറ്റിയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. നമസ്കാരം, ഞാൻ ജുബൈർ. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അപ്കമിങ് മൂവീസ് ടു ബി റിലീസ്ഡ് ഓൺ ക്രിസ്മസ് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയിക്കാതെ വീഡിയോയിലേക്ക് എടുക്കാം. നമ്പർ 6 മാർക്കോ. ഹനീഫ് അദേനി സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനും ഉണ്ണി മുകുന്ദൻ വില്ലനുമായി അഭിനയിച്ച മിഖായൽ എന്ന 2019 റിലീസായ സിനിമയുടെ സ്പിൻ ഓഫ് പ്രീക്വലായാണ് മാർക്കോ റിലീസാവുന്നത്. ഉണ്ണി മുകുന്ദൻ മാർക്കോ എന്ന ടൈറ്റിൽ കഥാപാത്രമായെത്തുന്ന ഈ സിനിമയിൽ ജഗദീഷ്, സിദ്ദീഖ്, ആൻസൺ പോൾ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്നു. വയലൻസിന് പ്രാധാന്യം നൽകിയാണ് ഹനീഫ് അദേനി ഈ നിയോ നോയർ ആക്ഷൻ ത്രില്ലർ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. 34 കോടി രൂപ മുടക്കുമുതലിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം മലയാളം ഉൾപ്പെടെ 5 ഭാഷകളിലായി ക്രിസ്മസിനോടനുബന്ധിച്ച് ഡിസംബർ 20 റിലീസാവുന്നത്. നമ്പർ 5 വിടുതലൈ പാർട്ട് 2. 96 എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ തൃഷയ്ക്ക് പകരം വിജയ് സേതുപതിയുടെ നായികയാവേണ്ടിയിരുന്ന മഞ്ജു വാര്യർ വിജയ് സേതുപതിയുടെ നായികയെത്തുന്ന ചിത്രമാണ് വിടുതലൈ പാർട്ട് 2. സൂര്യയെ നായകനാക്കി വെട്രിമാരൻ സംവിധാനം ചെയ്ത വിടുതലയുടെ 2ാം ഭാഗമാണിത്. വെട്രിമാരൻ തന്നെ സംവിധാനം ചെയ്യുന്ന ഈ പീരീഡ് ക്രൈം ത്രില്ലർ ചിത്രത്തിൽ സൂരി, അനുരാഗ് കശ്യപ്, ഗൗതം വാസുദേവ മേനോൻ തുടങ്ങിയ വൻ താരനിര തന്നെയാണ് അണിനിരക്കുന്നത്. ക്രിസ്മസ് റിലീസായ ഈ ചിത്രം ഡിസംബർ 20 തിയേറ്ററുകളിലെത്തും. നമ്പർ 4 ബേബി ജോൺ. 2016 അറ്റ്ലി സംവിധാനം ചെയ്ത് തലൈപതി വിജയ് നായകനായി അഭിനയിച്ച സൂപ്പർ ഹിറ്റ് തമിഴ് ചിത്രമായ തെറിയുടെ ഹിന്ദി റീമേക്കാണ് ബേബി ജോൺ. തെറിയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്ന കലേഷാണ് ഇപ്പോൾ വരുൺ ധവനെ നായകനാക്കി ഇതിൻ്റെ ഹിന്ദി പതിപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഈ ആക്ഷൻ ത്രില്ലർ ചിത്രത്തിൽ കീർത്തി സുരേഷ്, വാമിക ഗബ്ബി, ജാക്കി ഷ്രോഫ് തുടങ്ങിയവർ സുപ്രധാന വേഷത്തിലെത്തുന്നു. ക്രിസ്മസ് ദിനമായ ഡിസംബർ 25 ബേബി ജോൺ വേൾഡ് വൈഡായി റിലീസാവുന്നത്. നമ്പർ 3 UI. കന്നഡ സൂപ്പർ താരം ഉപേന്ദ്ര നായകനായി സണ്ണി ലിയോൺ നായികയായി അഭിനയിക്കുന്ന ചിത്രമാണ് UI. ഉപേന്ദ്ര തന്നെ രചനയും സംവിധാനവും നിർവഹിച്ച ഈ കന്നഡ ചിത്രം
ഒരു സർറിയലിസ്റ്റിക് സൈക്കോളജിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ്. 100 കോടി ബഡ്ജറ്റിൽ ഒരുക്കിയ ഈ ചിത്രം ഡിസംബർ 20-നാണ് റിലീസാവുന്നത്. നമ്പർ 2, ബാറോസ്. മലയാളികളുടെ പ്രിയതാരം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയെന്ന രീതിയിൽ ഏറെക്കാലം മലയാളികൾക്കിടയിൽ ചർച്ചയായിരുന്ന ചിത്രമാണ് ബാറോസ്. ജിജോ പുന്നോസിൻ്റെ നോവലിനെ ആസ്പദമാക്കി അദ്ദേഹം തന്നെ തിരക്കഥയൊരുക്കി മോഹൻലാൽ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ചിൽഡ്രൻസ് ഫാൻറ്റസി സിനിമയാണ്. VFXന് പ്രാധാന്യം നൽകി 3Dയിൽ ഒരുക്കിയ ഈ ചിത്രത്തിൽ നിരവധി വിദേശ താരങ്ങൾ അഭിനയിക്കുന്നുണ്ട്. സന്തോഷ് ശിവൻ ഛായാഗ്രഹണം നിർവഹിച്ച ഈ ചിത്രം റിലീസാവുന്നത് ക്രിസ്മസ് ദിനമായ ഡിസംബർ 25-നാണ്. നമ്പർ 1, വെൽക്കം ടു ദ ജംഗിൾ. അനീസ് ബസ്മി സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രമായ വെൽക്കമിൻ്റെ 3ാമത്തെ സീക്വലാണ് വെൽക്കം ടു ദ ജംഗിൾ. അഹമ്മദ് ഖാൻ സംവിധാനം ചെയ്യുന്ന ഈ സീക്വലിൽ അക്ഷയ് കുമാർ, സഞ്ജയ് ദത്ത്, ദിശ പട്ടാണി, ജാക്ലിൻ ഫെർണാണ്ടസ്, രവീണ ടണ്ടൻ തുടങ്ങിയ വമ്പൻ താരനിര അണിനിരക്കുന്നുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മോഡിൽ കഥ പറയുന്ന വെൽക്കം ടു ദ ജംഗിൾ ക്രിസ്മസിനോടനുബന്ധിച്ച് ഡിസംബർ 20-നാണ് റിലീസാവുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് 2024 ക്രിസ്മസിനോടനുബന്ധിച്ച് കേരളത്തിലെ തിയേറ്ററുകൾ റിലീസാവുന്ന മലയാളം സിനിമകൾ. ഇതിൽ നിങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്ന് നിങ്ങൾക്ക് ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒന്ന് ഷെയർ ചെയ്തേക്കണം. നിങ്ങൾ ആദ്യമാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കാരണം ഇതുപോലെ ഒരുപാട് ഇൻഫർമേറ്റീവ് ആൻഡ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഇസ് ജുബൈർ സൈനിങ് ഓഫ്.